الرحمن الرحيم والمحسنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتغوا بأموالكم محسنين غير مسافحين فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان عليما حكيما ومن لم يستطع منكم طولا أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات والله أعلم بإيمانكم بعضكم من بعض فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محسنات غير مسافحات ولا متخذات أخذان فإذا أحسن فإن أتين بفاحشة فعليهن نصف ما على المحسنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവാഹബന്ധം നിഷിദ്ധമാക്കിയിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് വിശദമായി പഠിപ്പിച്ചു തരുന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടായി 4 വിഭാഗമായിക്കൊണ്ടാണ് അല്ലാഹു ഇത് നമുക്ക് പറഞ്ഞു തന്നത്. ഒന്നാമത്തേത് രക്തബന്ധം മുഖേന വിവാഹം നിഷിദ്ധമാകുന്ന ആളുകൾ. രണ്ടാമത്തേത് മുലകുടി ബന്ധം മുഖേന വിവാഹം നിഷിദ്ധമാകുന്ന ആളുകൾ. മൂന്നാമത്തേത് വൈവാഹിക ബന്ധം മുഖേന വിവാഹം നിഷിദ്ധമാകുന്ന ആളുകൾ. നാലാമത്തേത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിഷിദ്ധമാവുകയും ആ കാരണം നീങ്ങിയാൽ പിന്നെ വിവാഹം അനുവദനീയവും വിശുദ്ധവുമായി തീരുന്ന ബന്ധം. അതാണ് വാൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ എന്ന് നമ്മൾ പറഞ്ഞില്ല. 2 സഹോദരിമാരെ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല. 2 സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതിൽ ഒരു സഹോദരി മരണപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഒരു സഹോദരി വിവാഹമോചിതയാവുക, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ മരണപ്പെട്ടു പോയ സഹോദരിയെയോ അവരുടെ സഹോദരിയെയോ വിവാഹമോചിതയായ സ്ത്രീയുടെ സഹോദരിയെയോ വിവാഹം കഴിക്കുന്നതിന് വിരോധമാണ്. ഇങ്ങനെ ഈ 4 രീതിയാണ്. രണ്ട് സഹോദരികളെ ഒരുമിച്ച് ഭാര്യയായി സ്വീകരിക്കൽ എന്താണ്? നിഷിദ്ധമാണ്. അതെ, ഒരേ ടൈമിന് പാടില്ല. അതല്ല, ഡൈവേഴ്സ് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു വീട്ടിലെ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും 2 പെൺമക്കൾ ആദ്യം ഒരു മകളെ വിവാഹം കഴിക്കുന്നു. അവളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡൈവേഴ്സ് ചെയ്യുന്നു. അവളുടെ തന്നെ സഹോദരി വീട്ടിലുണ്ട്. അവൾ രണ്ടാമത് എന്ത് ചെയ്യുക? വിവാഹം കഴിക്കുന്നതിന് തടസ്സമല്ല. സംശയം നീങ്ങിയില്ലേ? ക്ലിയറായി പോകണം. അതെ, അതായത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായി, കാരണം മാറിയാൽ പിന്നെന്തായി? അനുവദനീയം ആയി.
ക്ലിയർ ആണല്ലോ? അതെ, ഇവിടെ പഠിച്ചോ പറയണത് എന്താണോ, നമുക്ക് വിവാഹം കഴിക്കാൻ അനുവദനീയമായതും അതേപോലെ തന്നെ നിഷിദ്ധമായതുമായ കാര്യങ്ങൾ. അതെ, അതാണ്. അതിന് വിരോധമല്ല, തടസ്സമില്ല. തെരഞ്ഞെടുക്കുന്നത് വേറെ കാര്യം. ഇത് നമ്മൾ പഠിച്ചോ നമുക്ക് ഹലാലാക്കി തന്നതും ഹറാമാക്കി തന്നതും ആയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പറയണം. അങ്ങനെ ഉണ്ടാകും ചിലപ്പോൾ, നിങ്ങൾ സാധ്യത അങ്ങനെ ഉണ്ടാകലുണ്ടാകും. അതായത് വിശുദ്ധമായതെല്ലാം ഇസ്ലാമിൽ എന്താണ്, അനുവദനീയമാകുന്നു. അള്ളാഹ് നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ ഒന്നും എന്തല്ല, ഒരു കാര്യത്തിലും നമുക്ക് അനുവദനീയമല്ല എന്നാണ്. ഇപ്പം മറ്റു കാര്യങ്ങളൊക്കെ വേറെയാണ്. അതെ, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? രണ്ട് കാരണങ്ങളാലും മരിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, കല്യാണം കഴിക്കാം. അതേപോലെ തന്നെ ഡൈവേഴ്സ് ചെയ്താൽ എന്തായി, ഭാര്യയല്ലാതായി. പിന്നെ രണ്ട് സഹോദരികൾ ഒരുമിച്ച് കൂടുന്ന പ്രശ്നമില്ലല്ലോ അവിടെ. സംഗതി ക്ലിയർ അല്ലേ? അതിലൊരു സംശയമല്ല, ഇസ്ലാമിൻ്റെ നിയമം ഇങ്ങനെയാണ് എന്നുള്ളതിലെന്തില്ല സംശയമില്ല. രണ്ട് സഹോദരികളെ ഒരുമിച്ച് നിങ്ങളുടെ ഇണകളാക്കി അങ്ങനെ ഒരു ഇണജീവിതം നയിക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജ്യേഷ്ഠത്തി അനിയത്തിയും ഭാര്യമാരായി നിൽക്കുക, അത് മുൻപുണ്ടായിരുന്നു. ഇല്ലാമ ഖദ് സലഫ എന്ന് പറഞ്ഞു. ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ദീനില്ല. ഞാൻ നിയാസ് പറഞ്ഞപ്പോഴുണ്ട് ഇവിടെ ഈ ചക്കങ്കടവുണ്ട് എന്നാണ് പറയുന്നത്. മുസ്ലിം പേരുള്ള നാമധാരികളായിരിക്കും. ഇസ്ലാമിൽ അതെന്തല്ല, അത് അനുവദനീയമല്ല, ഹറാമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ ഉണ്ടാകുന്ന കുട്ടികൾ, ഇസ്ലാം ഒരു ബന്ധം നിഷിദ്ധമാക്കി കഴിഞ്ഞാൽ അതിൽ ജനിക്കുന്ന കുട്ടികളും തന്നെയാണ് വിശുദ്ധമായ കുട്ടികളല്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിക്കാഹ് എങ്ങനെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പാടില്ല, അതൊക്കെ അന്വേഷിക്കണം. അപ്പോൾ ഈ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കും ചില കടമകളൊക്കെ ഉണ്ട്. ഞങ്ങളെ കല്യാണം ഒന്ന് കഴിച്ചു തരണം, ഞങ്ങളെ നിക്കാഹ് ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായൊരു അന്വേഷണം കാര്യങ്ങളൊക്കെ ആ വിഷയത്തിൽ നടത്തേണ്ടതുണ്ട് എന്നതാണ്. പിന്നെ അതിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വൽ മുഹ്സനാത്ത്, ഇതൊരു ജുസ് തുടങ്ങാൻ നമ്മൾ പറഞ്ഞല്ലോ. മുഹ്സനാത്ത് എന്ന ഈ പദത്തിന് 4 ആശയതലങ്ങൾ ഈ ഒരു ആയത്തിൽ തന്നെ, ഈ 2 ആയത്തുകൾ പരാമർശിച്ച് തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മളൊന്നും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മുഹ്സനാത്ത് എന്നുള്ളതിന് പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും. പിന്നെ ഒരു കാര്യം, ഇതിൽ നമ്മൾ കഴിഞ്ഞ ഈ മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമായ കാര്യങ്ങൾ പറഞ്ഞല്ലോ. 2 വയസ്സിന് താഴെയുള്ള 2 വയസ്സാണ് ശരിക്ക് പരിപൂർണമായ മുലകുടി കാലം എന്ന് പറയുന്നത്. വൽവാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളഅ. സൂറ ബഖറയിൽ നമ്മൾ പഠിച്ചു അല്ലേ? മുലകുടി ബന്ധം, മുലകുടി പരിപൂർണമായി നൽകണം എന്ന് ഉദ്ദേശിക്കുന്ന പിന്നെ മാതാക്കൾ എന്ത് ചെയ്യണം, 2 വർഷം ഹൗലൈനി കാമിലൈനി, അതാണ്. അപ്പോൾ ശരിക്ക് അവിടെയാണ് മുലയൂട്ടുന്നത് നിർത്തുന്നത്. എത്രയാണ്? ഫത്തുമിൻ്റെ കാലം എന്നാണ് പറയുന്നത്. ഫത്തമ എന്ന് പറഞ്ഞാൽ മുലകുടി നിർത്തി എന്നാണ്. ഫത്തമ. ഫാത്തിമ എന്ന് പറഞ്ഞാലോ മുലകുടി നിർത്തിയവൾ. ഇവിടെ ആരെങ്കിലും ഫാത്തിമ ഉണ്ടോ? ആ പദത്തിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് കേട്ടോ. ആദം എന്ന് പറഞ്ഞാൽ ചാരവർണ്ണമുള്ളവൻ എന്നാണ്. ആദം നബി, ആദം എന്നല്ല, അതിൻ്റെ വേർഡ് മീനിങ് നോക്കുകയാണെങ്കിൽ ചാരവർണ്ണം, വെണ്ണൂറിൻ്റെ നിറം. വെണ്ണൂറിൻ്റെ നിറമാണ് ശരിക്കും മനുഷ്യൻ്റെ അസല് നിറം. ഒരു വെണ്ണൂറിൻ്റെ നിറം, ഒരു ഇതൊക്കെ കാറുവർണ്ണ എന്നൊക്കെ പറയണില്ലേ കൃഷ്ണനെ കുറിച്ചൊക്കെ, ആ ഒരു നിറമാണ് ശരിക്ക്. ചില മണ്ണിൻ്റെ, കളിമണ്ണിൻ്റെ നിറം എന്താ, അതാണ് മനുഷ്യൻ്റെ അസല്. പിന്നെ ഇങ്ങനെ മണ്ണിൽ തന്നെ നിങ്ങൾ പല നിറമുള്ള മണ്ണ് നമ്മൾ കണ്ടിട്ടില്ലേ? ചുവന്ന മണ്ണുണ്ട്, കിണറൊക്കെ ഇങ്ങനെ കുഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ ചവിടി മണ്ണില്ലേ, മഞ്ഞ നിറത്തിലെ വെള്ള നിറത്തിലെ, അതൊക്കെ കുറച്ചേ ഉണ്ടാവും. അസിന് ശരിക്കുള്ള ആ കളിമണ്ണ് സംഗതിയാണ്. ആ മിക്സഡ് ആ മനുഷ്യൻ്റെ നിറ തന്നെയാണ്. കാരണം മണ്ണിൽ നിന്ന് സുലാലത്തും മിൻ തീൻ എന്ന് പറഞ്ഞു. അത് വേറൊരു വിഷയം, ഞാൻ വേറെ കടയേറി പോകുന്നു. അപ്പോൾ ഇതിലൊക്കെ തന്നെ വരിക. എന്തിൽ നിന്ന് എത്ര പിന്നെ വയസ്സ്?
2 വയസ്സ് വരെയുള്ള ആ കുട്ടികൾ മുല കുടിച്ചാലേ എന്ത് സ്ഥാപിതമാവുകയുള്ളൂ? മുതിർന്ന ആളുകൾ മുലപ്പാൽ കുടിച്ചാൽ എന്തില്ല, അതുകൊണ്ട് മുലകുടി ബന്ധം സ്ഥാപിതമാകുന്നില്ല എന്നർത്ഥം. പിന്നെ വിശപ്പ് മാറുന്ന വിധത്തിൽ 5 തവണ എന്നെങ്കിലും ഒരു ഉമ്മയുടെ മുല കുടിച്ചാലാണ് മുലകുടി ബന്ധം സ്ഥാപിതമാകുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാകും. എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ യാത്രാവേളയിലോ അതെങ്കിൽ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ ഈ ചികിത്സാ കേസുകളിലോ ഒക്കെ ചെറിയ ചോരപ്പൈതലുകൾ, അതേപോലെ തന്നെ ചെറിയ കൈക്കുഞ്ഞുങ്ങളൊക്കെ ഉമ്മയുടെ അസാന്നിധ്യത്താൽ കരയുന്ന അവസ്ഥ ഉണ്ടാകും. ഉമ്മ ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാകും. ഉമ്മ വേറെ ഏതെങ്കിലും ചിലപ്പോൾ 1, 2, 3 മണിക്കൂറൊക്കെ കുഞ്ഞിൻ്റെ അരികിൽ വരാൻ പറ്റാത്ത സാഹചര്യം. ഇതൊക്കെ നടക്കുന്ന സംഗതിയാണ്. അതിനൊക്കെ ഇസ്ലാമിൽ പരിഹാരമുണ്ട്. ആ സന്ദർഭത്തിൽ ഏതെങ്കിലും മുലയൂട്ടുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിന് താൽക്കാലികമായി മുല കൊടുക്കുന്നത് കൊണ്ട് എന്ത് സ്ഥാപിതമാകുന്നില്ല? ആ കുട്ടിയും ആ ഉമ്മയും തമ്മിലുള്ള മുലകുടി ബന്ധം സ്ഥാപിതമാകുന്നില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്, ശരിക്ക് വിശപ്പ് മാറുന്നത് വരെ 5 തവണ തന്നെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മുല കൊടുത്താലാണ് ആ ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ. പിന്നെ ഈ ബന്ധം സ്ഥാപിതമാകുന്നത് ആരുമായിട്ടാണ്? മുല കുടിച്ച വ്യക്തിയുമായിട്ടാണ് എന്ത് ഈ ബന്ധം ഉണ്ടാകുന്നത്. ആരാണോ മുല കുടിച്ചത് ആ വ്യക്തിക്ക് ഉമ്മയാണ് മുല കൊടുത്ത സ്ത്രീ. ആ സ്ത്രീയുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഇവരുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സുമാകുന്നു. ഈ കുട്ടിക്ക് മാത്രം ബാധകമായതാണ്. ഈ കുട്ടീൻ്റെ ജ്യേഷ്ഠനോ അതേപോലെ തന്നെ അവരുടെ പിതാവോ സഹോദരന്മാരുമായിട്ട് ബന്ധമല്ല. ഈ മുല കുടിച്ച ഒരു വ്യക്തിയുടെ പിതാവ് ഇനി മുല ഊട്ടിയ ഒരു ഉമ്മയെ വിവാഹം കഴിക്കുന്നതിന് അതുകൊണ്ടൊന്നുമില്ല, വിരോധം ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആരാണോ കുടിച്ചത് ആ കുടിച്ച വ്യക്തിയുമായിട്ടാണ് ഈ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നത്, സ്ഥാപിതമാകുന്നത്. ആ ഉമ്മയുടെ മക്കളാണ് ഈ കുട്ടികൾക്ക് പിന്നെ ആ സഹോദരന്മാരും സഹോദരികളുമായി മാറുന്നത് എന്നാണ്. സഹോദരന്മാരും അതേപോലെ തന്നെ പിതാവുമായിരുന്ന ഈ ബന്ധം ഒരിക്കലും നടത്തപ്പെടുകയില്ല. ഇനി അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാര്യാമാതാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? ഭാര്യാമാതാവ് വിവാഹബന്ധം അത് വിച്ഛേദിച്ചാലും എന്ത് തന്നെയാണ്? എപ്പോഴും ഭാര്യ മാതാവ് തന്നെയാണ്. വിവാഹത്തിലൂടെ ഒരിക്കലും വിവാഹമോചനം നടത്തപ്പെട്ടാലും വേർപിരിയാത്ത ബന്ധമാണ് ഏത് ബന്ധം? ഭാര്യയുടെ ഉമ്മയുമായിട്ടുള്ള ബന്ധം. അത് സ്ഥാപിക്കുമ്പോഴാണ്, ഒരു ഉമ്മ തന്നെയാണത്. അമ്മായി, നമ്മൾ അമ്മായിമ്മ എന്ന് പറയും, മദറിൻലോ. അത് ശരിക്കും ഉമ്മൻ്റെ സ്ഥാനം തന്നെയാണ് കൊടുക്കുന്നത്. ആ ഭാര്യനെ ഞാൻ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബന്ധം മുഴുവൻ മുറിച്ചു മാറ്റിയല്ല. ആ ഭാര്യയുടെ നേരത്തെ ആദ്യ ഭാര്യയുടെ ഉമ്മയെപ്പോലെ തന്നെ ആ ബന്ധം നിലനിർത്തണം, പരിഗണിക്കണം. സംഗതികളൊക്കെ അവിടെ തന്നെ ഇസ്ലാം പറയുന്നു. അപ്പോൾ ഈ കാര്യം കൂടി ഈ വിഷയത്തിൽ, അതിപ്പോൾ ഈ വിവാഹം നടന്നു എന്ന് വിചാരിക്കാം. വിവാഹം നടന്നു, എന്നാൽ അവർ വീട് കൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, ഇണജീവിതം നയിച്ചിട്ടില്ല. അതിന് ഉമ്മൻ എന്ത് ചെയ്തു? ഡൈവേഴ്സ് ചെയ്തു. എന്നാലും ഈ ഉമ്മൻ തന്നെയാണ്, ഉമ്മ തന്നെയാണ്. ആ ഉമ്മ നിഷിദ്ധമാണ്, ഉമ്മൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. അതാണ്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് വറബായിബുക്കുമുല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസായിക്കും എന്ന് പറഞ്ഞല്ലോ. ആ ഭാഗം നോക്കൂ. നിങ്ങളുടെ വളർത്തുപുത്രിമാർ എന്ന് പറയുന്നുണ്ട്. റബായിബ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നിങ്ങളുടെ പുത്രിമാരല്ല. ആരുടെ പുത്രിമാരാണ്? നിങ്ങളുടെ ഭാര്യമാരുടെ മക്കളാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ പെൺമക്കളുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ആ സ്ത്രീകൾ ശരിക്ക് ഇങ്ങനെ മക്കളെ ശരിക്ക് വളർത്താനുള്ള അവകാശം ഉമ്മമാർക്ക് തന്നെയാണ് എന്ന സൂചന കൂടി എന്തിലുണ്ട്? ഡൈവേഴ്സ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ അവർക്ക് മക്കളുണ്ട് എങ്കിൽ ആ മക്കളെ ആര് തന്നെ വളർത്തണം? ഉമ്മമാരുടെ സംരക്ഷണത്തിൽ തന്നെ അവർ നിൽക്കണം എന്നതിനുള്ള സൂചനയുണ്ട്. അങ്ങനെ വളർത്താനുള്ള സൗകര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കണം? ആര് ചെയ്തു കൊടുക്കണം?
ഈ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പുരുഷൻ ചെയ്തു കൊടുക്കണം. ഈ നോക്കി പഠിച്ചോൻ പറയുന്നത് വറബാഇബുക്കും അല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വളർത്തുപുത്രിമാർ അത് ആരുടെ സംരക്ഷണത്തിലാണ്? നിങ്ങളുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. അത് ആരുടെ മക്കളാണ്? മിൻ നിസായിക്കുമുല്ലാത്തി ദഖൽതും ബിഹിന്ന് കേട്ടോ. നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ മക്കളാണ്. അങ്ങനെയുള്ള പെൺമക്കൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വിവാഹം കഴിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ വിവാഹം ചെയ്തു, അവരുമായി വീട് കൂടിയിട്ടില്ല, ഇണജീവിതം നയിച്ചിട്ടില്ല, ഒരുമിച്ച് കഴിഞ്ഞു കൂടിയിട്ടില്ല എങ്കിൽ പിന്നെ വിവാഹമോചനം ചെയ്താൽ അവരുടെ മക്കളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല. അതാണ് ഫഇല്ലം തകൂനു ദഖൽതും ബിഹിന്ന ഫലാ ജുനാഹ അലൈക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ചു തരുന്നു എന്നുള്ളതാണ്. ഇനി നോക്കൂ, വൽ മുഹ്സനാത്തു മിനൻ നിസാഇ, സ്ത്രീകളിൽ നിന്ന് ഭർതൃമതികളായ സ്ത്രീകൾ. മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ മുത്തസവ്വിജാത്ത് എന്നാണ് അവിടെ അർത്ഥം. മുഹ്സനാത്ത് എന്താണ്? മുത്തസവ്വിജാത്ത് എന്ന് പറഞ്ഞാൽ വിവാഹിതകളായ സ്ത്രീകൾ. മുഹ്സനത്തുൻ എന്നതിൻ്റെ ബഹുവചന രൂപമാണെന്ത്? മുഹ്സനാത്ത്. മുഹ്സനാത്ത്. അപ്പോൾ ഹസുനത്തിൽ മർഅ എന്ന് പറയും. എങ്ങനെയാണെങ്കിൽ ഹസ്നൻ വഹസാനത്തൻ ഇദാ കാനത്ത് അഫീഫത്തൻ. അതേപോലെ തന്നെ ഫഹിയ ഹാസിനുൻ വഹാസിനത്തുൻ. ഇതൊക്കെ സ്ത്രീകളെ കുറിച്ച് പറയുന്നു. മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ വിവാഹിതയാണ് എന്ന അർത്ഥത്തിലുള്ള മറിയമ ബിനത ഇംറാനല്ലതി, അവിടെ നോക്കി അഹ്സനത് ഫർജഹ എന്ന് പറഞ്ഞല്ലോ. അവൾ വിവാഹിതയാണെന്നല്ല അവിടെ അർത്ഥം. അവിടെ അർത്ഥം എന്താ? അവൾ ചാരിത്ര്യവതിയാണ്. അവരുടെ ഗുഹ്യസ്ഥാനത്തെ അവർ പവിത്രമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. മറിയമ ബിനത്ത ഇമ്രാൻ, ഇമ്രാൻ്റെ മകൾ മറിയം അല്ലത്തി അഹ്സനത് ഫർജഹ. അപ്പോൾ ഖുർആൻ പറഞ്ഞ നോക്കൂ നിങ്ങൾ, ഇവിടെ 4 അർത്ഥം ഏതാണെന്ന് ഈ ആയത്തിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് അത്തസവുജ്, വിവാഹം. വിവാഹിത എന്നാണെന്ത്? മുഹ്സനാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭർതൃമതികളായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. ആരാൻ്റെ ഭാര്യമാരെ പിന്നാലെ പോകാൻ പാടില്ല. അതന്നെ ഇപ്പോൾ സാധാരണ നടക്കുന്ന പരിപാടി ഹറാമാന്ന് പഠിച്ചോൻ പറഞ്ഞത്. ഏതുപോലെ? ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും. അവിടുന്ന് തുടങ്ങാം. നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് എത്ര നിഷിദ്ധമാണോ അതേപോലെ തന്നെ നിഷിദ്ധമാണ്, ഹറാമാണെന്ന് പഠിച്ചോൻ പറഞ്ഞാണ് ആരാൻ്റെ പെണ്ണുങ്ങൾ. അപ്പോൾ നോക്കി നിങ്ങൾ, അവ നിഷിദ്ധമായൊരു നോട്ടം ഉമ്മാൻ്റെ നേരെ നമ്മൾ നോക്കുമോ? അതേപോലെ അന്യ സ്ത്രീകളുടെ നേരെ എന്ത് ചെയ്യാൻ പാടില്ല? നോക്കാൻ പാടില്ല. ഒരു വിശ്വാസിക്ക് അവൻ തൻ്റെ ദൃഷ്ടിയെ ഏത് വിധത്തിൽ നിയന്ത്രിക്കണം, തൻ്റെ മനസ്സിനെ ഏത് വിധത്തിൽ നിയന്ത്രിക്കണം എന്ന് കൃത്യമായി പഠിച്ചവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത്. ഇവനെ ഈ ആയത്ത് ഓതിയപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചെറിയൊരു ഡിസ്കഷൻ നടന്നു. അതിൽ പറഞ്ഞ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ എന്തിനാ ഉമ്മമാരൊക്കെ എന്തിനാ ഹറാമാണെന്ന് പിന്നെ ഖുർആൻ പറഞ്ഞു തരുന്നത്. ഉമ്മമാരൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുവാണ്. ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന കാലത്തോടെ ഒരു ബന്ധങ്ങളും, കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, ഈ പറഞ്ഞ എന്നിട്ടില്ല ഇപ്പം ഈ മുലകുടി ബന്ധമൊക്കെ ഒന്നും വേണ്ട. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കാലം അത്. ഇനിയിപ്പോൾ ആണിന് പെണ്ണും പെണ്ണിന് ആണെന്നല്ല, പെണ്ണിന് പെണ്ണും ആണിന് ആണെന്ന് പറയുന്ന കാലമല്ലേ. അപ്പോൾ ഏത് കാലത്തും നിത്യപ്രസക്തമായ മനുഷ്യൻ്റെ ജീവിത വിശുദ്ധിക്ക്, അവൻ്റെ സ്വകാര്യ ജീവിതത്തിന് അത് കൃത്യമായി അവനെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൻ്റെ ഓരോ പദങ്ങളിൽ നിന്നും അതിൻ്റെ ആശയവൈപുല്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം മുഹ്സനത്തിന് എന്താണ്? വിവാഹിത. രണ്ടാമത്തേത് പറയുന്നത് ഇവിടെ ഇതിൽ തന്നെ പറയാം മുഹ്സിനീന ഗൈറ മുസാഫിഹീന. അത് നമ്മൾ അതിൻ്റെ വിശദീകരണം പറഞ്ഞു അല്ലേ? മുഹ്സിനീന ഗൈറ മുസാഫിഹീന, നിങ്ങൾ അവരെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയായിരിക്കണം? മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ
വൈവാഹിക ജീവിത വിശുദ്ധി ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം. അതാണ് ഇഫ്ഫത്ത് എന്ന് പറയുന്നത്. വൈവാഹിക ദാമ്പത്യ ജീവിതത്തിലെ വിശുദ്ധി, അത് വിശുദ്ധി പുലർത്തുന്നവളാണ് ആര്? മുഹ്സിനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ആ അർത്ഥമാണുള്ളത്. അതേപോലെ തന്നെ സ്വതന്ത്ര എന്നർത്ഥമാണ് മറ്റൊന്നുള്ളത്. അൽ ഹുരിയ, സ്വതന്ത്ര. അതിലേതിനാ വമല്ലം യസ്തതി മിൻകും തൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്തി, സ്വതന്ത്ര സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് സാമ്പത്തികമായി ഞെരുക്കം കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ, വമല്ലം യസ്തതി മിൻകും തൗലൻ, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാവുകയില്ല എങ്കിൽ, എന്തിന്? അൻ യൻകിഹൽ മുഹ്സനാത്ത്, സ്വതന്ത്രകളായ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആരെ വിവാഹം കഴിക്കാം? അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്നാണ് അവിടെ പറയുന്നത്. നാലാമത്തേത് മുഹ്സിൻ എന്നതിൻ്റെ, മുഹ്സന എന്നത് പറയുന്നതിൻ്റെ അർത്ഥം ഇസ്ലാം എന്നാണ്. ഇസ്ലാം എന്നാണ്. അതായത് ഫൈദ ഉഹ്സിന്ന എന്ന് പറഞ്ഞല്ലോ. ഫൈദ ഉഹ്സിന്ന ഫൈൻ അതൈന ബിഫാഹിഷ. അപ്പോൾ അടിമ സ്ത്രീകൾ അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ് എങ്കിൽ, ഉഹ്സിന്ന എന്ന് പറഞ്ഞാൽ അസ്ലംന എന്നർത്ഥം. ഉഹ്സിന്ന എന്ന് പറഞ്ഞാൽ അസ്ലംന, അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഒരു പദത്തിന് തന്നെ എത്ര അർത്ഥമായി? അതൊക്കെ ക്ലിയർ അല്ലേ? ആ മുഹ്സനാത്ത് എന്ന ആ പദത്തിന് തന്നെ ഒന്നാമത്തേത് ഒന്ന് വിവാഹിത, വിവാഹം എന്നത്, മറ്റൊന്ന് ഇഫ്ഫത്ത്, ചാരിത്ര ശുദ്ധി എന്നുള്ളത്, മൂന്നാമത്തേത് അൽ ഹുരിയ, സ്വാതന്ത്ര്യം എന്നുള്ളത്, നാലാമത്തേത് അൽ ഇസ്ലാം. ഇത് ഈ രണ്ട് ആയത്തുകളിൽ തന്നെ ഈ വ്യത്യസ്തമായ ആശയതലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇനി നോക്കൂ, ഇല്ലാമാ മലക്കത്ത് ഐമാനുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹറാമാക്കാത്തത് ആരെയാണ്? നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾ ഒഴികെയെന്നാണ്. ഇവിടെയും ഈ സ്ത്രീകളെ, അടിമകളെ യഥേഷ്ടം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതല്ല ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ വിഷയത്തിലും ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാഥമികമായി മനസ്സിലാക്കണം. ഒന്നാമത്തേത്, എല്ലാവരും ആക്ഷേപിക്കപ്പെടുന്ന ഒരു വിഷയമാണിത്. ഇസ്ലാമിനെ പിന്നെ ശരിക്കും വിമർശിക്കുന്ന ഒരു കാര്യം കൂടിയായതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ, അടിസ്ഥാനപരമായി ഒരു സ്വതന്ത്രനെ പിടിച്ച് അടിമയാക്കുന്ന സമ്പ്രദായം ഇസ്ലാം ഒരിക്കലും ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. സ്വതന്ത്രനായി ജീവിക്കുന്ന ഒരാളെ എന്താക്കൂല? അടിമയായി പിടിച്ച് അങ്ങനെ ഒരു അടിമയാക്കി വെക്കുന്ന സമ്പ്രദായം ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇനി ഇസ്ലാം ആദ്യകാലത്ത് അനുവദിച്ച അടിമത്തത്തെ കുറിച്ച് പറയുന്നത്, അത് ഒരു യുദ്ധത്തിൻ്റെ മഹത്തായ ഒരു നിയമം എന്ന നിലക്കാണ് അടിമത്തത്തെ എന്ത് ചെയ്തത്? ഇസ്ലാം അംഗീകരിച്ചു. നമ്മുടെ കൊല്ലാൻ വരുന്ന ടീമാണ് ശത്രുക്കൾ, അല്ലേ? തക്കം കെട്ടിയാൽ എന്ത് ചെയ്യും? അവർ നമ്മളെ വധിക്കും. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, അല്ലേ? അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നമ്മുടെ ശത്രുക്കളെ യുദ്ധത്തിൽ നമ്മൾ പിടിച്ചാൽ തടവുകാരായി, അവരെ ബന്ദികളായി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അങ്ങോട്ട് വിട്ടുകൊടുക്കും. അങ്ങോട്ട് വിട്ടുകൊടുത്താൽ പിന്നെ എന്ത് ചെയ്യും? നമുക്കെതിലുള്ള ശത്രുത ഉണ്ടായി നമ്മൾ ആക്രമിക്കും, നമ്മൾ യുദ്ധം ചെയ്യും, തരം കിട്ടിയാൽ വധിക്കും. അതാണ് യുദ്ധത്തിൽ ഒരാൾ കൊന്നുകളയാന്നുള്ളത്. അപ്പം അവരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തടവുകാരാക്കി വെക്കുക. ഈ തടവുകാരായ ആളുകൾക്കാണ്, അങ്ങനെ ആ തടവുകാർക്ക് നൽകേണ്ട, പിന്നെ നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന ഈ ആളുകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലെ ബന്ദികളെ, പിന്നെ ഭക്ഷണകാര്യം പറഞ്ഞപ്പോൾ ഖുർആൻ പറയുന്നുണ്ടല്ലോ, സൂറ ഇൻസാനിൽ വയുത്തഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി, അവിടുന്ന് ഓതി നോക്കി, വയുത്തഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി. ഈ അബിറാറുകളെ കുറിച്ച് പറഞ്ഞല്ലേ ഇന്നൽ, പിന്നെ പുണ്യ അവരെന്ത് യൂഫൂന ബിൻ നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ എന്ന് പറഞ്ഞിട്ട് വയുത്തഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി. ആർക്കൊക്കെയാണ്? മിസ്കീനൻ വയതീമൻ വ അസീറ.
മിസ്കീനിനും യതീമിനും അസീറിനും ബന്ധനസ്ഥനും, ആ ബന്ധനസ്ഥനും തടവ് പുള്ളിക്കാരുമായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൽ എന്താണ്? അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കൽ പുണ്യകരമായ കാര്യമാണെന്ന് ഖുർആൻ പറയുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ കീഴിലുള്ള ഇത്തരം തടവുകാരായ ബന്ദികളായ ആളുകൾ, അങ്ങനെയാണ് അടിമത്ത സമ്പ്രദായം ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അവരെ നിങ്ങൾ ഭക്ഷിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് അവർക്ക് തിന്നാൻ കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം അവർക്ക് ധരിപ്പിക്കണം. ഭാരിച്ച ജോലികൾ നിങ്ങൾ അവർക്ക് നൽകരുത്. അത് നൽകുകയാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ അവരെ സഹായിക്കണം. ആരെ? ഈ ബന്ദികളായ അടിമകളായ ആളുകൾ. അപ്പോൾ നിങ്ങൾ അവരെ എന്തും ചെയ്യണം എന്നുള്ള സംഗതിയല്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ അടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റിയാൽ അതിനുള്ള പ്രായശ്ചിത്തമായി ഇസ്ലാം നിശ്ചയിക്കുന്നത് എന്താണ്? ഈ അടിമകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാമത്തത് ഇങ്ങനെ എണ്ണി പറയുന്നതിൽ ഇപ്പം ലിഹാർ എന്നൊരു വിവാഹമോചന സമ്പ്രദായം ഉണ്ടായിരുന്നു പിന്നെ ജാഹിലിയ കാലത്ത്. ഇസ്ലാമിൽ ഒന്നാമത്തെ ഇതേപോലെയുള്ള ലിഹാർ എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരാൾ തൻ്റെ ഭാര്യയോട് പറയാണ്, ദേഷ്യം പിടിക്കുമ്പോഴോ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞാലൊക്കെ അല്ലേ, ചിലപ്പോൾ പ്രഷർ കൂടിയിട്ട് ഭാര്യമാരെ നേരെ ആയിരിക്കും തിരിയുക. അന്തി അലയ്യ കലഹിരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ മുതുക പോലെയാണെന്ന് പറയും. അതോടുകൂടി പറഞ്ഞാൽ എന്ത് ചെയ്തു? മനമാതിരിയായി. പിന്നെ അവർക്ക് ഒരുമിച്ച് ഭാര്യാഭർത്തൃ ജീവിതം നയിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ജാഹിലിയ സമ്പ്രദായം ഉണ്ടായി. ഇസ്ലാം കടന്നു വന്നു. അതിൽ ഔസ് ബിൻ സാബിത്ത് എന്ന സഹാബി, അദ്ദേഹം തൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, അന്തി അലയ്യ കലഹിരി ഉമ്മി എന്ന് പറഞ്ഞു. ഖൗല ബിൻത്ത് സാലബ എന്നാണ് ഇവരുടെ പേര്, ഈ സഹാബ വനിതയുടെ പേര്. അപ്പോൾ ഒരാകെ ഇടങ്ങാറായി, കുട്ടികൾ കുറേ ഉണ്ട്. ആ നബിനോട് ചെന്നിങ്ങനെ പരാതി പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാര്യത്തിലുള്ള ഹുക്കം നിങ്ങൾ പറഞ്ഞു തരണം, ഞങ്ങളുടെ വിവാഹബന്ധം നിഷിദ്ധമാണോ, തലാഖ് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. ജാഹിലിയ സമ്പ്രദായം അനുസരിച്ച് ഇങ്ങനൊരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് നിൻ്റെ ഭർത്താവ് നിനക്ക് ഇപ്പോൾ നിഷിദ്ധമാണ് എന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഭാര്യ ഭർത്തൃബന്ധം, ദാമ്പത്യബന്ധം, ഈ വിഷയത്തിൽ വേറൊരു നിയമവും വന്നിട്ടില്ല. അപ്പം നബിയോട് ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരുന്നു ഓരോ കാര്യവും. എൻ്റെ ഭർത്താവ് കല്യാണം കഴിക്കുമ്പോൾ നല്ല ചെറുപ്പക്കാരിയാണ് ഞങ്ങൾ ആരോഗ്യവതിയാണ് ഞാൻ. ഇപ്പോൾ ആ ഭർത്താവിനാൽ ഞാൻ ഒരുപാട് മക്കളെ പറ്റി, ഇപ്പോഴും എനിക്ക് ചെറിയ കുട്ടികളുണ്ട്. എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ ആകെ വഴിയാധാരമാകും. എൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. എൻ്റെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞു തരണം. നബിൻ്റെ പിന്നാലെ കൂടി തർക്കിച്ച് ഇവർ വന്നു. അപ്പോഴാണ് സൂറ മുജാദലല്ലേ ഒരു ജുസ് ആരംഭിക്കുന്നത്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. പഠിച്ചോൻ ഹുക്കുമ്, ഏഴാം ആകാശത്തിനപ്പുറത്തുനിന്ന് പഠിച്ചോൻ ഈ ഒരു സ്ത്രീയുടെ അള്ളാഹിനോട് ആവലാതിപ്പെട്ട് പറഞ്ഞു, പഠിച്ചവനോട് സങ്കടപ്പെട്ട് ദിവസങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് പഠിച്ചവൻ അതിലൊരു പരിഹാരം നൽകുകയാണ്. ഖദ് സമിഅ അല്ലാഹ്, തീർച്ചയായും അള്ളാഹു കേട്ടിട്ടുണ്ട്. ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുന്ന പെണ്ണിൻ്റെ വാക്ക് ആര് കേട്ടിട്ടുണ്ട്? വതശ്തകീ ഇലല്ലാഹ്, അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിച്ച പെണ്ണിൻ്റെ വാക്ക് അള്ളാഹു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെയും ഞാൻ ഈ പ്രശ്നം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അതിലൊരു പ്രതിവിധിയായിട്ട് പിന്നെ പഠിച്ചവൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവർ നിങ്ങളുടെ ഉമ്മമാരാകുകയില്ല. ഇൻ ഉമ്മഹാത്തും ഇല്ലല്ലാഹി വലദിനഹും എന്നാ പറഞ്ഞത്. അവരുടെ ഉമ്മമാർ പറഞ്ഞാൽ അവരെ പ്രസവിച്ചവരാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉമ്മമാർ ആവുകയില്ല. അപ്പോൾ ഇനി ഇതിനൊരു പരിഹാരമായി പഠിച്ചവൻ പറഞ്ഞു കൊടുത്താൽ എന്താണെന്നോ, ഇനി നിങ്ങൾക്ക് ദാമ്പത്യ ബന്ധം തുടരണമെങ്കിൽ ഇതിനൊരു കഫാറത്ത് കൊടുക്കണം. അതിന് ശേഷം നിങ്ങൾ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പറ്റുള്ളൂ. ആ കഫാറത്ത് പറഞ്ഞെടുത്ത് ഒന്നാമത്തേത് പറഞ്ഞാൽ എന്താണ്? ഒരു അടിമയെ മോചിപ്പിക്കണം. രണ്ടാമത്തേത് പറഞ്ഞത് തുടർച്ചയായി 2 മാസം നോമ്പ്. അത് കഴിഞ്ഞിട്ടില്ലെങ്കിലാണ്, ചോയ്സ് അല്ല. നിങ്ങൾക്ക് അടിമയെ മോചിപ്പിക്കാൻ കഴിയുമല്ലേന്ന് ആർക്കറിയാം? പഠിച്ചോനറിയാം. അതിന് കഴിവുള്ള ആളാണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ ചെയ്യണം. ഇപ്പം ഈ കാലത്ത് ഇപ്പോൾ അടിമയെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ലുലുലൊന്നും കിട്ടൂല, വേറെ എവിടെ നിന്നും കിട്ടില്ല, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടൂല. പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെ കിട്ടിയിരുന്നു.
അടിമകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുമായിരുന്നു? അവർ കൈമാറ്റം ചെയ്യുമായിരുന്നു, വിൽക്കുമായിരുന്നു, വാങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ 2 മാസം തുടർച്ചയായി നോമ്പ് നിൽക്കുക. അതിന് ശാരീരികമായി കഴിവൊന്നുമില്ലാത്ത വയോവൃദ്ധൻ, പടുവൃദ്ധനാണ്, റമദാൻ മാസത്തെ തന്നെ കഫാറത്ത് ഫിദിയ കൊടുക്കുന്ന ആളാണ് എങ്കിൽ കഴിയും. അങ്ങനെ അല്ലെങ്കിൽ മൂന്നാമത്തേതാണെന്ത്? നിങ്ങൾ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോ കഫാറത്തും ഖുർആൻ പറഞ്ഞെടുത്തൊക്കെ ആദ്യം എന്ത് പറഞ്ഞിട്ടുണ്ട്? അടിമത്ത സമ്പ്രദായത്തെ നിരുത്സാഹപ്പെടുത്തി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇസ്ലാം ചെയ്തിട്ടുള്ളത്. പാടേ ബാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കാണും, ഇനി ഇങ്ങനൊരു സംഗതി ലോകാവസാനം വരെ ഇതുപോലൊരു സാഹചര്യം, സാമൂഹിക സാഹചര്യം ഉണ്ടാവില്ല ഒരിക്കലും നമുക്ക് പറയാൻ കഴിയും. അപ്പം അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയാണെങ്കിൽ അതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. ഇസ്ലാം സാർവകാലികമാണ് എന്ന് നമ്മൾ പറയുന്നത്, എല്ലാ കാലത്തിനും പറ്റിയ നിയമങ്ങളാണ് ഇസ്ലാമിൽ ഉള്ളത്. എന്നാലോ അടിമകളായി ഇവിടെ മനുഷ്യന്മാർ കഴിഞ്ഞുകൂടണം എന്ന് ഒരിക്കലും ഇസ്ലാമിന് നിർബന്ധമില്ല. മനുഷ്യന്മാർക്ക് അള്ളാന്റെ അടിമകളായി ഈ ദുനിയാവിൽ കഴിയണമെന്നാണ് ആര് പഠിപ്പിച്ചിരുന്നത്? ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. മനുഷ്യന്മാരുടെ അടിമകളായി നിങ്ങൾ കഴിയുക എന്നുള്ളതല്ല എന്നാണ്. ഇല്ലല്ല. അതേപോലെ തന്നെ ഇവിടെ അടിമ സ്ത്രീക്ക് ഭാര്യയുടെ പദവി നൽകുന്നുണ്ട് ഇസ്ലാം. ഏത് പദത്തിലൂടെ? ഈ ആയത്ത് നമ്മൾ പഠിച്ചില്ലേ? ഫത്തയാത്തിക്കുമുൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞല്ലോ, ആ ഭാഗം പറഞ്ഞല്ലോ. വമല്ലം യസ്തതി മിൻകും തൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ സ്വതന്ത്രകളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാമ്പത്തികമായി നിങ്ങൾക്ക് ഞെരുക്കമാണ് എങ്കിൽ നിങ്ങൾ ഫമിമ്മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളെ, മിൻ ഫതയാത്തിക്കുമുൽ മുഅ്മിനാത്ത് എന്നാണ്, നിങ്ങളുടെ എന്നാണ്, അവരെ വേറെയാക്കല്ല. വിശ്വാസിനികളായ നിങ്ങളുടെ ഫതയാത്തുകൾ എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കാം. വല്ലാഹു അഅലമു ബിഈമാനിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈമാനിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാകുന്നു. ബഅദുക്കും മിൻ ബഅദ്, അതാ നിങ്ങളിൽ ചിലർ മറ്റു ചിലരിൽ നിന്നുള്ളവരാണ് എന്ന്. നിങ്ങൾ അന്യോന്യം എന്ത് തന്നെയാണ്? മനുഷ്യ സഹോദരന്മാരും സഹോദരികളുമാണ് എന്ന നിലക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. പിന്നെ ഇവിടെ അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇപ്പോൾ ഒരു യുദ്ധം നടന്നു, തടവുകാരൊക്കെ പിടിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പട്ടാളക്കാർക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ അവരുടെ അധീനത്തിൽ വെക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ 2 സംഗതിയാണ്. സമരാർജിത സമ്പത്ത്, വനീമത്ത് നമ്മൾ പറയുന്നു, അംഫാല്, ഫൈ, രണ്ടും ഉണ്ട്. വനീമത്തും ഫൈയും തമ്മിലുള്ള വ്യത്യാസം ഖുർആൻ പറയുന്നുണ്ട്. സൂറ അംഫാലിന്റെ അംഫാല് ആർക്കൊക്കെയാണെന്ന് പറയുന്നുണ്ട്, ഫൈ ആർക്കൊക്കെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. സൂറ ഹശറിലാണ് ഫൈനെ കുറിച്ച് പറയുന്നത്. ഒന്ന്, ഈ യുദ്ധസമയത്ത് അതിൽ പങ്കെടുക്കുന്ന പട്ടാളക്കാർക്ക് അവരുടെ സമ്പത്ത്, അവരുടെ ആയുധം, അവരുടെ അധ്വാനം, അവരുടെ മറ്റ് പരിശ്രമങ്ങളൊക്കെ ഉണ്ടായി നടന്ന ഒരു യുദ്ധത്തിൽ നേടിയ സമ്പത്ത്, അതാണെന്ത്? ഗനീമത്ത്. അത് എത്രയൊക്കെയാണെന്നുള്ളത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? അത് വീതിച്ചു കൊടുക്കും. ഫൈ എന്ന് പറഞ്ഞാലോ ഇവിടെ ഒരു പരിശ്രമം അതിലില്ല, എന്നാലും എന്ത് ചെയ്യും? ഒരു പ്രദേശത്തെ എന്ത് ചെയ്യുന്നു? ഇസ്ലാമിക സൈന്യം എന്ത് ചെയ്യും? അവർ കീഴടക്കുന്നു. വേറെ അധ്വാനങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് തീരുമാനിക്കുക? അതാണ് വലില്ലാഹി വലിയ റസൂൽ, അള്ളാഹ്ക്ക് ഒരു റസൂലിന് ഒരു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫൈ സ്വത്തിൽ നിന്നായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത്. അതിൻ്റെ അധികാരം ആർക്കാണ്? നേതാവിനാണ്. റസൂലിൻ്റെ കാലത്ത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണത് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിന് എന്തുണ്ട്? അതിനൊരു നേതൃത്വമുണ്ട്, ഒരു അമീറുണ്ട്, ഒരു സയ്യിദുണ്ട്. അവർ നിശ്ചയിക്കുന്നതിനനുസരിച്ചാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ രക്ഷാധികാരി ഇവിടെയും എന്ത് വേണമെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഓരോരുത്തർക്കും. ബന്ദികളായി പിടിച്ച ആളുകളെ അവർ സ്വയഷ്ടപ്രകാരം ചെയ്യാണല്ലോ. ഇപ്പോൾ ഇവിടെ മറ്റ് നാടുകളിലും മറ്റ്
പിന്നെ മതസ്ഥരുമൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? തടവുകാരായി പിടിക്കുന്ന ആളുകളെ അവർക്കുള്ള ഈ മാന്യമായ ജീവിതാവകാശങ്ങൾ പോലും നൽകാതെ തടവറകളിലേക്ക് കൊണ്ടുപോകണം അല്ലേ? വളരെ നിഷ്ഠൂരമായി, ക്രൂരമായി, മനുഷ്യത്വരഹിതമായ രീതിയിൽ അവരോട് പെരുമാറിക്കൊണ്ടുള്ള സംഗതികളാണ് നടത്തിക്കൊടുക്കുക. ഇസ്ലാം അതൊന്നുമല്ല പറയുന്നത്. അവിടെയൊക്കെ എന്തുണ്ട്? ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതുതന്നെ ഈ അടിമത്വ സമ്പ്രദായം ശാശ്വതമായി നിലനിൽക്കുക എന്നത് ഒരിക്കലും ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അടിമത്വത്തിന് എതിരായിക്കൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ മഹർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ആദരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു കാര്യമാണ് വിവാഹത്തിൻ്റെ സമയത്ത്, കേട്ടോ. ഇവിടെ ഈ അടിമകൾക്ക് അത് കൊടുക്കുന്നില്ല എന്ന് കരുതി അവരെ എങ്ങനെയാണ് ആദരിക്കുന്നത്? അവർക്ക് അവരുടെ എല്ലാ സംരക്ഷണവും അതേപോലെ തന്നെ സുരക്ഷിതത്വവും നൽകി അവരെ വധിക്കാതെ മാനഭംഗപ്പെടുത്താതെ ഒക്കെയുള്ള സംരക്ഷണമാണ് ഇസ്ലാം അവർക്ക് നൽകുന്നത് എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇനി ബന്ദികളായ ആളുകളെ നഷ്ടപരിഹാരം വാങ്ങിയിട്ട് വിടാനുള്ള സമ്പ്രദായം. നഷ്ടപരിഹാരം വാങ്ങിയിട്ട് എന്ത് ചെയ്യുക? അവരെ വിടുക. അങ്ങനെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സണ്ണിലോ ആയിരുന്നു പ്രവാചകൻ്റെ മൂത്ത മകളുടെ പേരെന്താ? സൈനബ്. സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭർത്താവ് തടവുകാരനായി പിടിക്കപ്പെട്ടില്ലേ? ആ സന്ദർഭത്തിൽ മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സൈനബ് റളിയല്ലാഹു അൻഹ കൊണ്ടുവന്നിട്ടുള്ള ആ സമ്പത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ മകൾക്ക് പാരിതോഷികമായി നൽകുന്ന മാല കൂടി ഉണ്ടായിരുന്നു. അത് കണ്ടൊക്കെ ഇപ്പോഴൊക്കെ പ്രവാചകനുണ്ടായിരുന്ന മാനസികമായ പ്രയാസങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം മോചനദ്രവ്യം നൽകിയിട്ട് എന്ത് ചെയ്യുക? മോചിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഇസ്ലാം നൽകുന്നുണ്ട്. ഈ വശങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയകമായി മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഏത് ഭാഗം നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ്? ഫൻകിഹൂഹുന്ന അല്ലേ? ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന വആതൂഹുന്ന ഉജൂറഹുന്ന ബിൽ മഅറൂഫ് മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വലാ മുത്തഖിദാത്തി അഖ്ദാനി. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതും എങ്ങനെയായിരിക്കണം? ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന, അവരുടെ രക്ഷിതാക്കളുടെ അനുവാദത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ത്രീകളെ വിവാഹം കഴിക്കണം. അവരെ വിവാഹം കഴിക്കുമ്പോൾ ഏത് രീതിയിൽ കൂടിയാകണം എന്നാണ് പറഞ്ഞത്? മുഹ്സനാത്തിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈവാഹിക ബന്ധത്തിലെ വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ആയിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ വിവാഹവേളയിലുള്ള ലക്ഷ്യം. ഗൈറ മുസാഫിഹാത്തിൻ, ഒരിക്കലും നീചവൃത്തി ആകുന്നവരാകാത്ത നിലയിലായിരിക്കണം. നീചവൃത്തി എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പോലെയുള്ള സംഗതികളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് നടത്താൻ പാടില്ല. വലാ മുത്തഖിദാത്തി അഖ്ദാനിൻ, അതേപോലെ തന്നെ രഹസ്യ കൂട്ടുകാരെ സ്വീകരിക്കുന്ന രീതിയിലും ആകാൻ പാടില്ല എന്നാണ്. ഖിദ്ന് എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? അഖ്ദാൻ. അത് മുദക്കർ മുഅന്നസ് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഉപയോഗിക്കുന്ന പദമായിക്കൊണ്ടാണ് പറയുന്നത്. ഫമസ്തംതഅ്തും ബിഹി മിൻഹുന്ന, അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ സുഖം ആസ്വദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇണജീവിതം നയിച്ചു കഴിഞ്ഞാൽ, ഫആതൂഹുന്ന ഉജൂറഹുന്ന, അവരുടെ ഉജൂർ എന്ന് പറഞ്ഞാൽ മുഹൂറഹുന്ന, ഉജൂറഹുന്ന മുഹൂറഹുന്ന, അവരുടെ മഹറുകൾ നിങ്ങൾക്ക് നൽകണം. ഫരീള, അതൊരു നിർബന്ധ ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ അവർക്ക് നൽകേണ്ടതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരുമിച്ചുള്ള ഇണജീവിതം നയിക്കുന്നതോടുകൂടി മഹറിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്യണം? പിന്നെ ക്ലോസ് ചെയ്യണം. അത് നിങ്ങൾ മുഴുവനായി നൽകണം. എന്നാൽ വലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ കുറ്റമില്ല, ഫീമാ തറാളൈത്തും ബിഹി,
നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ട് വല്ല വിട്ടുവീഴ്ചയും അതിൽ നൽകുന്നതിന് മിൻ ബഅദിൽ ഫരീള നിർബന്ധമായ വിവാഹമൂല്യം നിശ്ചയിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വിരോധമില്ല മഹറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനമായി, നിങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിൽ നിങ്ങൾക്ക് അന്യോന്യം തൃപ്തിപ്പെട്ടുകൊണ്ട് അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വിരോധമില്ല. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. നോക്കൂ, ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ, ആ ദാസിമാരെ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് അവരുടെ രക്ഷകർത്താക്കളുടെ അനുമതി പ്രകാരം നിങ്ങൾ വിവാഹം കഴിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇല്ലാത്ത സ്ത്രീകൾ ആണ് എങ്കിലോ, ഇപ്പോൾ ഈ തടവുകാരൊക്കെ ആണെങ്കിലോ, വാതൂഹുന്ന ഉജൂറഹുന്ന ബിൽ മാറൂഫ് മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വലാ മുത്തഖിദാത്തി അഖ്ദാനിൻ എന്നൊക്കെയുള്ള നിബന്ധന വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഫൈദ ഉർസിന്ന എന്ന് പറഞ്ഞാൽ ഫൈദ അസ്ലംന, ഇനി ഈ അടിമ സ്ത്രീകൾ അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ് എങ്കിൽ, ഫൈൻ അത്തൈന ബി ഫാഹിഷ, ഇനി അവർ വല്ല നീചവൃത്തിയും അവർ ചെയ്താൽ, വ്യഭിചാരം പോലെയുള്ള നീചവൃത്തികൾ അവർ ചെയ്യുകയാണെങ്കിൽ, ഫഅലൈഹിന്ന നിസ്ഫു മാ അലൽ മുഹ്സനാത്തി മിനൽ അദാബ്. അവിടെ മുഹ്സനാത്ത് സ്വതന്ത്ര സ്ത്രീകളാണ് കേട്ടോ. അപ്പോൾ സ്വതന്ത്ര സ്ത്രീകൾക്കുള്ളതിൻ്റെ പകുതി ശിക്ഷയായിരിക്കും ആർക്ക് നൽകേണ്ടത്? ഈ അടിമ സ്ത്രീകൾ എന്തെങ്കിലും ഇതേപോലെയുള്ള ഫാഹിഷത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചെയ്യേണ്ടത്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 100 അടിയുടെ പകുതി, അത് എത്രയാണ്? 50 അടി. 50 അടിയാണ് അടിമ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ശിക്ഷയായി നൽകേണ്ടത് എന്നാണ് അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ദാലിക, ഇത്രയും നിയമങ്ങളെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ അടിമ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് ലിമൻ ഖശിയൽ അനത മിൻകും, നിങ്ങളിൽ നിന്ന് അനത്ത് എന്നുള്ളതിന് അസഹ്യത എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതം നയിക്കാതെ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകും അല്ലേ? ക്ഷമ അവലംബിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യുവാക്കളോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബോധന ചെയ്തെടുത്ത് പറയുന്നുണ്ട്, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്. അല്ലേ? അല്ലയോ യുവസമൂഹമേ, നിങ്ങളിൽ ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ, ബാഅത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഒരു ഇണയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ശേഷിയാണെന്ത്? ബാഅത്ത്. അവർ കുട്ടിയെ നിങ്ങളുടെ ജീവിത സഖിയായി കൂട്ടിക്കൊണ്ടുവന്ന് അവൾക്ക് ഭർത്താവെന്ന നിലക്ക് നൽകാൻ കഴിയുന്നതൊക്കെ നൽകാമെന്ന ഒരു ഒരു മാനസികമായ തയ്യാറെടുപ്പ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പനുഷ്ഠിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ അതിന് കഴിയാത്ത ആളുകളാണ്. അനത്ത് എന്ന് പറഞ്ഞാൽ അത് രണ്ടർത്ഥം അനത്തിനുണ്ട്. ഒന്ന്, നിങ്ങൾ വ്യഭിചാരത്തെ ഭയപ്പെടുകയാണെങ്കിൽ, കല്യാണം കഴിക്കാതെ അങ്ങനെ നിൽക്കുന്നത്, അവിവാഹിതനായി കഴിയുന്നതിലൂടെ നിഷിദ്ധ കർമ്മങ്ങളിൽ ഏർപ്പെടുമെന്ന പേടി, അതാണ് അനത്ത്. അതേപോലെ തന്നെ അസഹ്യത, അതായത് അൽ ജുഹുദും വൽ മശക്ക എന്നൊക്കെ അതിന് തഫ്സീർ നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ, അങ്ങനെ പേടിക്കുന്നവർക്കാണ് സ്വതന്ത്രങ്ങളല്ലാത്ത അടിമ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളൂ എന്ന അനുവാദം ഇസ്ലാം നൽകുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പഠിച്ചോൻ പറയുന്നത് നോക്കൂ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും വഅൻ തസ്ബിറൂ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക്
വഅൻ തസ്ബിറു ഖൈറുൽ ലക്കും, നിങ്ങൾ ക്ഷമയവലംബിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറഞ്ഞാൽ വസബ്റുക്കും അൻ നിക്കാഹിൽ ഇമായി ഖൈറുൽ ലക്കും മിൻ നിക്കാഹിഹിന്ന, അടിമ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നിങ്ങൾ ക്ഷമയവലംബിച്ച് സ്വതന്ത്ര സ്ത്രീകളെ തന്നെ വിവാഹം കഴിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പൊറുക്കുന്നവനും കരുണാമയനും ആകുന്നു. അപ്പോൾ എല്ലാറ്റിനുമുള്ള പരിഹാരം ഇവിടെ നമുക്ക് ഇസ്ലാം നിർദ്ദേശിച്ചു തരുന്നു എന്നതാണ് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കൊരു ഭർത്താവിൻ്റെ നിഴലിൽ, ഇപ്പോൾ രഹസ്യകാമുകന്മാർ മുത്തഖിദാത്തി അഖ്ദാൻ എന്ന് പറഞ്ഞല്ലോ, ഒരു ഭർത്താവിൻ്റെ നിഴലിൽ രഹസ്യകാമുകന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീകൾ ആകാൻ പാടില്ല അവർ. അതുപോലെ തന്നെ ഭാര്യമാരുടെ നിഴലിൽ രഹസ്യ കാമുകികളെ സ്വീകരിക്കുന്നവരാകാനും പാടില്ല. അതുകൊണ്ടാണ് അവിടെയൊക്കെ എന്ത് വേണം, ശരിക്കും വിശുദ്ധമായ ജീവിതത്തിൻ്റെ പ്രാധാന്യമാണ് ഇസ്ലാം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നോക്കൂ, യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബലിക്കും. ഇതുകൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ലിയുബയ്യിന ലക്കും, കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തരുക എന്നുള്ളതാണ്. വയഹ്ദിയക്കും, അവൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുക എന്നുള്ളതാണ്. എന്ത്? സുനനല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ചര്യകളെ. വയതൂബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വല്ലാഹു അലീമുൻ ഹക്കീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയുരീദുല്ലദീന യത്തബിഊന ശഹവാത്ത്, തന്നിഷ്ടങ്ങളെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ്? അന്തമീലു മൈലൻ അലീമ, അധർമ്മത്തിലേക്ക്, വഴികേടിലേക്ക് അവർ ചാഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മാലയമീലു എന്ന് പറഞ്ഞാൽ എന്താണ്? ചാഞ്ഞു പോകുക. അന്തമീലു മൈലൻ അലീമ, തന്നിഷ്ടങ്ങൾ, അതാണ് യത്തബിഊന ശഹവാത്ത്, ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് അന്തമീലു, നിങ്ങൾ തെറ്റിപ്പോകണം. എന്തിൽ നിന്ന് തെറ്റിപ്പോകണം? നേർവഴിയിൽ നിന്ന്, സന്മാർഗത്തിൽ നിന്ന്. എങ്ങനെയുള്ള തെറ്റൽ? മൈലൻ അലീമ, ഒരു വൻതോതിലുള്ള തെറ്റൽ, സന്മാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകണമെന്നാണ് ആരുദ്ദേശിക്കുന്നത്? അല്ലദീന യത്തബിഊന ശഹവാത്ത്, നിങ്ങളങ്ങനെ ആകരുത്. തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോവുകയല്ല ചെയ്യരുത്, നിങ്ങളുടെ ഹവയുടെ പിന്നാലെയല്ല പോകേണ്ടത്. എന്തിൻ്റെ പിന്നാലെ പോകേണ്ടത്? രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. എല്ലാ വിഷയത്തിലും എന്തുണ്ട്? ഹവയുണ്ട്, ഹുദയുണ്ട്. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? തന്നിഷ്ടങ്ങൾ, അവൻ്റെ സ്വന്തം താല്പര്യങ്ങൾ, നമ്മളുടെ ഇച്ഛകളും അഭീഷ്ടങ്ങളും, അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളത്. മറ്റൊന്നെന്താണ്? ഹുദ. ഹുദ എന്താണ്? സന്മാർഗം. അപ്പോൾ ഹുദയും ഹവയും തമ്മിലുള്ള സംഘട്ടനാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അള്ളാഹ് നമുക്ക് എന്തിനാണ് ഹുദ ഇറക്കി തന്നത്? അത് ഫോളോ ചെയ്യാനാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എല്ലാ കാര്യത്തിലും ഹുദയുണ്ട്. അപ്പോൾ എൻ്റെ അരികിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആ സന്മാർഗത്തെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? ഫലാ ഖൗഫുൻ അലൈഹിം, നിങ്ങൾക്ക് പേടിക്കാനില്ല. ഖൗഫ് എന്തിനെ കുറിച്ച് നമുക്ക് ഉണ്ടാകുക? ഭാവിയെക്കുറിച്ചാണ്. എന്താ റബ്ബേ ഇനി നാളെ സംഭവിക്കുക, ഭാവിയിൽ എന്താ സംഭവിക്കുക, വരും കാലത്ത് എന്തും ഉണ്ടാകുന്ന ഖൗഫ് മിക്കവാറും അതിനെക്കുറിച്ചാണ് ഉണ്ടാകുക. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പേടി ഉണ്ടാകും. കഴിഞ്ഞതിനെ പറ്റി നമുക്ക് എന്താ ഉണ്ടാകുക? ഹുസ്നാണ്. അപ്പോൾ നോക്കൂ, വിശ്വാസികൾക്ക് അല്ലാഹ് നൽകുന്ന ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ സന്ദേശം എന്താണ്? ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഭാവിയെക്കുറിച്ച് നിങ്ങൾ പേടിക്കും വേണ്ട. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകണ്ട. ഹുസ്ന്, അതിനെക്കുറിച്ച് ആ മനുഷ്യന് സങ്കടം ഉണ്ടാകാം അല്ലേ? നമ്മൾ ഒരുപാട് മനക്കോട്ടങ്ങൾ,
മനക്കോട്ടകൾ കെട്ടും, സ്വപ്നങ്ങൾ പടുത്തുയർത്തും. അപ്പോൾ ഈ മനക്കോട്ടകളൊക്കെ തകർന്നു പോകുമ്പോൾ എന്തുണ്ടാകും? ഹുസ്ൻ ഉണ്ടാകും. അത് വേണ്ടെന്നല്ല പറയുന്നുണ്ടോ, സ്വപ്നം കാണാം, പക്ഷേ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യരുത്? നിരാശ ഉണ്ടാകാൻ പാടില്ല, ഹുസ്ൻ ഉണ്ടാകുക. അപ്പോൾ ഇത് ഈ ഹുസ്ൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഖൗഫ് ഉണ്ടാവില്ല. ഫമൻ തബിഅ ഹുദായ. ഏത് കാര്യത്തിലാണ് ഹുദല്ലാത്തത്? ഇപ്പം മനുഷ്യന്മാർ എന്ത് ചെയ്യും? ഹുദയെ സൈഡാക്കി നിർത്തും. എന്തിൻ്റെ കൂടെ പോകും? ഹവ. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? തന്നിഷ്ടം, സ്വന്തം അഭീഷ്ടങ്ങൾ, അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വച്ഛമായ കാര്യങ്ങൾ, അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഖൗഫും ഹുസ്നും ഉണ്ടാകും. ഇതാണ് വളരെ വിശദമായിട്ട് ഖുർആൻ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. നമുക്ക് ഹവയല്ല വേണ്ടത്, ഹുദ. ഹവ എന്തോ ആകാം. ഖുർആൻ പറയുന്നുണ്ട് ഇപ്പോൾ, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു. നീ കണ്ടില്ലേ സ്വന്തം തന്നിഷ്ടങ്ങളെ ഇലാഹുകളാക്കി വെച്ച ആളുകളെ നീ കണ്ടിട്ടില്ലേ എന്നു. തോന്നിയതൊക്കെ ഓല ഇലാഹാണ്, തോന്നിയതൊക്കെ അവരുടെ ആരാധ്യന്മാരാണ്. ഞങ്ങളെല്ലാ ആൾക്കാരങ്ങൾ കണ്ടിട്ടില്ല, ഇവിടെ കാണില്ല നമ്മൾ. അവർക്ക് തോന്നിയതൊക്കെ ഓല ഇലാഹുകളാണ്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു. ഇലാഹിനെ ആരാക്കി? ഹവ. തന്നിഷ്ടങ്ങളെ ആരാധ്യന്മാരാക്കി വെച്ച ആളുകളെ നീ കണ്ടില്ലേ എന്ന് പഠിച്ചോൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹുദയെ നമ്മൾ പിന്തുടരുക, ഹവയെ നമ്മൾ അവഗണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളും അധ്യാപനങ്ങളും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ആവുന്നത്ര അത് ജീവിതത്തിൽ പകർത്താൻ ഞങ്ങളെ നീ തുണയ്ക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഇഷ്ടജനങ്ങളും എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിൻ്റെ വേദനകളും ചരണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് കടിച്ചു തീർക്കുന്നവർ, കുടിച്ചിറക്കുന്നവർ, റഹ്മാനെ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ അടുത്ത സഹപ്രവർത്തകരുണ്ട്, പ്രിയപ്പെട്ട സ്നേഹിതന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്. എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ചേർത്ത് വെക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുമല്ലാത്തവരുമായ എല്ലാവർക്കും നീ പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്. റബ്ബേ, അവരെ അതിൽ നിന്ന് നീ കരകയറ്റണമേ. ജീവിതത്തിൽ ധന്യതയും സമാധാനവും ഐശ്വര്യവും അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.